നോക്കൂ, 2019 അങ്ങനെ ഒരു സുവർണാവസരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇവിടെ വരുന്നു, മാതാ അമൃതാനന്ദമായി തന്നെ അയ്യപ്പൻ കി ജയ് എന്നൊക്കെ വിളിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ ഹിസ്റ്റീരിക്കലായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഇപ്പോൾ 2024 എത്തുമ്പോഴേക്കും മോദി ഗ്യാരണ്ടി എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. എന്താണ് കേരളത്തിലെ വനിതകളോട് മോദി പറയുന്നത്? നോക്കൂ, ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്താണ് കുടുംബശ്രീ നടപ്പാക്കിയിട്ടുള്ളത്, ഈ സംസ്ഥാനത്താണ് സാക്ഷരത നടപ്പാക്കിയിട്ടുള്ളത്, ഈ സംസ്ഥാനത്താണ് ഡിജിറ്റൽ സാക്ഷരത നടപ്പാക്കിയിട്ടുള്ളത്, ഈ സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആവറേജ് അല്ല, യൂറോപ്പിലെ ആവറേജിനേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് വന്നിട്ട് എന്ത് മോഡി ഗ്യാരണ്ടിയാണ്? ഉത്തരേന്ത്യയിൽ കുറച്ച് കസ്കൂസ് കൊടുത്തിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ കുറച്ച് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നോ? ഇതാണോ മോദി ഗ്യാരണ്ടി? കേരളം ഭൂപരിഷ്കരണ നിയമം മുതൽ ഇങ്ങോട്ട് സ്വായത്തമാക്കിയിട്ടുള്ള തനതായ ഒരു ഒരു നേട്ടങ്ങളുണ്ടല്ലോ, ആ നേട്ടങ്ങളോടൊന്നും കിടപിടിക്കുന്ന ഒന്നും ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളില്ല. അവിടെ വന്നിട്ട് എന്ത് മോദി ഗ്യാരണ്ടിയെക്കുറിച്ചാണ് നരേന്ദ്രമോദി പറയുന്നത്? നോക്കിപ്പോൾ ചില പേരുകൾ പരാമർശിക്കുകയുണ്ടായി. ഇന്ന് അവിടെ പങ്കെടുത്ത പേരുകളൊന്നും വളരെ പ്രധാനപ്പെട്ട പേരുകളൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നടി ശോഭന കേരളീയ പരിപാടിയിലും പങ്കെടുത്തതാണ്. ശോഭനയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വരണം, സ്ത്രീകളെ ആദരിക്കുന്ന പരിപാടിയിലേക്ക് ശോഭന പോയി. ബാക്കിയുള്ളവരൊക്കെ തന്നെയും ഏതാണ്ട് അതേ നിലയിലാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഇപ്പം ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം പി ടി ഉഷയ്ക്ക് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഈ അടുത്ത ദിവസങ്ങൾ, അഞ്ജു ബോബിക്ക് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ കൂടുതലായൊന്നും പങ്കെടുത്തവരെ കുറിച്ച് പറയാനില്ല. അതേസമയം തന്നെ മോദി പരാമർശിച്ച ചില പേരുകളുണ്ട്. അക്കമ്മ ചെറിയാൻ, റോസമ്മ പുന്നൂസ്, എ വി കുട്ടിമാളു അമ്മ. ശരിയാണ്, ഈ അക്കമ്മ ചെറിയാനും റോസമ്മ പുന്നൂസും എ വി കുട്ടിമാളും അമ്മൊക്കെയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വനിതകൾ. അക്കമ്മ ചെറിയാൻ കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. റോസമ്മ പുന്നൂസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് അവർ ജീവിതാവസാനം കഴിഞ്ഞത്. എ വി കുട്ടിമാളു കോൺഗ്രസ്സുകാരിയാണ്, സ്വന്തം കൈക്കുഞ്ഞുമായി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ വന്ന്, ഈ കേരളത്തിൽ വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പേര് പറയേണ്ടി വരുന്നു നരേന്ദ്രമോദിക്ക് എന്ന് പറയുമ്പോൾ, ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു RSS ചെയ്തുകൊണ്ടിരുന്നത്, എന്തായിരുന്നു BJPയുടെ പൂർവ്വരൂപമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ജനസംഘ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നില്ലേ? പൊളിറ്റിക്കലായി ഈ പ്രസംഗത്തിൽ എന്താ ഉള്ളത്? BJPക്ക് അവകാശപ്പെടാനുള്ള എന്ത് കാര്യമാണ് നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്? ഒന്നും ഞാൻ കാണുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ചാഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാമെന്ന് കരുതുകയാണ്. പിന്നെ തൃശ്ശൂരിനൊരു പ്രത്യേകതയുണ്ട്. BJP 2 മണ്ഡലങ്ങളെയാണ് എ ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്നതെന്നാണ് ഞാൻ കാണുന്നത്, തൃശ്ശൂരും തിരുവനന്തപുരവും. പക്ഷേ തൃശ്ശൂരിലെത്തിയപ്പോഴേക്കും സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം ഈ കൈവീശിയുള്ള യാത്രയിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാം സുരേഷ് ഗോപി ആയിരിക്കാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് ഈ സുനിൽകുമാറൊക്കെ ഇന്നിപ്പോൾ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ സുനിൽകുമാറാണ് സജീവമായി നിൽക്കുന്നത്. അപ്പോൾ സുനിൽകുമാറൊക്കെ ഇറങ്ങുമ്പോൾ അത് പോരാ, ഒന്നുകൂടി നരേന്ദ്രമോദി മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി ഗ്യാരണ്ടി കൂടി അതിനോടൊപ്പം ചേർക്കണമായിരുന്നു. ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്കും നോക്കൂ, ഉത്തരേന്ത്യയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന ഭാഷയിൽ മോദിയും ശിവരാജ് സിംഗ് ചൗഹാനോ മോദിയും വസുന്ധരാജെ സിന്ധ്യയും തമ്മിലോ ഒന്നും തന്നെയും വലിയ അന്തരമുണ്ടെന്ന് തോന്നുന്നില്ല. ആ ആളുകൾക്ക് നല്ല രീതിയിൽ മോദിയുമായും താതാത്മ്യം പ്രാപിക്കാൻ കഴിയും. ഇവിടെ സുരേന്ദ്രൻ ഗ്യാരണ്ടിയോ വി മുരളീധരൻ ഗ്യാരണ്ടിയോ സുരേഷ് ഗോപി ഗ്യാരണ്ടിയോ വേണം നമുക്ക്. കാരണം നമ്മളെ നേരിട്ട് നയിക്കാൻ പോകുന്നത് പിണറായി വിജയനും VD സതീശനും കെ സുധാകരനും ഒക്കെയാണ്. അപ്പോൾ ആ നിലയിലാണ് നമ്മൾ അവരുമായിട്ടൊക്കെ തന്നെയും കൂടുതൽ അടുത്തിടപഴകുന്നത്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മോദിക്ക് അങ്ങനെ ഒരു പകരം വെക്കാൻ ഒരു വി മുരളീധരനോ ഒരു കെ സുരേന്ദ്രനോ ഒരു സുരേഷ് ഗോപിയോ ഇല്ല എന്ന് വേണം ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഒന്ന് നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള കാര്യം പ്രധാനമായും. പിന്നെ ഈ തൃശ്ശൂർ പൂരവും ശബരിമലയും നോക്കൂ, തൃശ്ശൂർ പൂരം അവിടെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ സ്മൃതി. അതായത് എന്തുകൊണ്ടാണ് സജി ചെറിയാൻ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ബാക്ക് അടിച്ചത് എന്നുള്ളത്. ആ വിഷയം BJPക്ക് ഒരു വർഗീയ ആയുധമാക്കി കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട്
ഈ രണ്ട് പ്രശ്നങ്ങളിലാണോ മാറ്റം വരുത്തേണ്ടത്, മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പിന്മാറിയിട്ടുള്ളത് ഈ ജിഹാദിയാണ് CPM-നെ നയിക്കുന്നത് എന്നുള്ള പ്രചരണം BJP നടത്തിയ ഘട്ടത്തിലാണ്. അപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലും തറവാടക വിഷയം വന്നു. 2,20,00,000 ഉയർത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഉടനെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കുന്നു, പഴയതുപോലെ നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. കാരണം പ്രധാനമന്ത്രിയെ കാണാനും ഈ പ്രശ്നം പ്രധാനമന്ത്രിയുടെ മുന്നിൽ കൊണ്ട് പകൽ പൂരം നടത്താനും ഒക്കെ ചില ചിട്ടവട്ടങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ അത് പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ വളരെ കൃത്യമായ നല്ല അവധാനത ഏതായാലും സംസ്ഥാനത്തെ ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അതാണ് ഈ തറവാടയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ശബരിമലയിൽ എന്താ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്? അവിടെ ഒരു ഇഞ്ച് ഭൂമി കൂടുതലായി എടുത്തൊരു വികസന പ്രവർത്തനം നടത്താൻ കഴിയില്ല. നമുക്ക് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലകാലം നീട്ടാൻ പറ്റുമോ? ഇല്ല. അവിടെ ഏതെങ്കിലും ഒരു കഷണം ഭൂമി എടുത്ത് കൂടുതൽ വികസന പ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ നടത്തേണ്ടതാരാണ്? നടത്തേണ്ടത് കേന്ദ്ര വനം വകുപ്പും കേന്ദ്ര സർക്കാരുമാണ്. അവിടെ ഒരു റെയിൽ ട്രാക്ക് കൊണ്ടുവരുന്നതിൻ്റെ പദ്ധതിയുണ്ട്, അവിടെ ഒരു വിമാനത്താവളം കൊണ്ടുവരുന്ന പദ്ധതി, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ കയ്യിലാണുള്ളത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ശബരിമല വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമോ നോക്കുക. ഇതാ ഈ തൃശ്ശൂർ പരിഹരിച്ച പ്രശ്നം, എല്ലാവർക്കും തൃപ്തികരമായ വിഷയത്തിൽ പരിഹരിച്ച വിഷയം അത് വീണ്ടും ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പ് എഴുതിയ പ്രസംഗമാണെന്ന് തോന്നുന്നു ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവിടെ വന്ന് വായിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു തരത്തിലും രാഷ്ട്രീയമായി നമ്മൾ മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതായോ ഒന്നുമില്ല എന്നാണ്. ഇടത് സർക്കാർ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളിൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടിയുണ്ട്. അതുപോലെ തന്നെ സ്നേഹസംഗമം, ഈ 2 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള നമ്മുടെ വിഷയത്തിൽ എവിടെയാ മറുപടി പറഞ്ഞിട്ടുള്ളത്? കണക്ക് കൊടുക്കുന്നില്ല എന്നാണ്. ഏത് കണക്ക് കൊടുക്കുന്നില്ല? ചെലവഴിക്കാൻ തരുന്ന പണം എവിടെ ചെലവഴിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നില്ല. എവിടെ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്ത പണം ചെലവഴിക്കുന്നില്ല എന്ന് പറയാൻ ഒരു ഹെഡ് പറയൂ. ഒരു ഹെഡ് പറയട്ടെ. പ്രധാനമന്ത്രി ഇപ്പോൾ നമുക്ക് നവകേരള സദസ്സ് നടന്നുകൊണ്ട് നമുക്ക് 2 കാര്യങ്ങളും വ്യക്തമാണ്. സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങളാണ്. പാവങ്ങൾക്ക് കൊടുക്കാൻ ഇങ്ങോട്ടേക്ക് അയച്ച പണം ഈ പദ്ധതിയിൽ സർക്കാർ വഴിമാറ്റി ചെലവഴിച്ചു, ഇത് പാവങ്ങളിലേക്ക് എത്തിയില്ല എന്നൊരു ഹെഡ് പറയാൻ കഴിയുമെങ്കിൽ അതിന് മറുപടി പറയാൻ ഇവിടെ സംസ്ഥാന സർക്കാർ ഉണ്ടല്ലോ, ഞാൻ വേണ്ടല്ലോ. സംസ്ഥാന സർക്കാർ ആ നിലയിലൊരു കാര്യം പറഞ്ഞില്ല. പിന്നെ പുക അടിച്ച് കയറ്റിയിട്ടുണ്ട്, ഒരു സംശയമില്ല. തുടക്കത്തിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. Meet the editors.